ഹായ്, ദേവീസ് പ്ലാനറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് മസാല ദോശ. അപ്പോൾ അതിന് വേണ്ടിയുള്ള മസാല എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്ത് ഓയിൽ ചൂടായതിനു ശേഷം ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. ഈ ഉഴുന്ന് പരിപ്പൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരല്പം കടുകിട്ട് പൊട്ടിക്കാം. കടുകും കൂടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വറ്റൽമുളക് അല്ലെങ്കിൽ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്തതിന് ശേഷം ചെറുതായിട്ട് കനം കുറച്ച് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ സവാള ഒരുപാടങ്ങ് വഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നിറം മാറി മാത്രം വന്നാൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതുകൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്തതിന് ശേഷം ഞാൻ ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ സവാള ഒരുപാട് വഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ മതിയാവും. ഒന്ന് ചുവന്ന് വന്നാൽ മാത്രം മതി. ഈ സമയം നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് നല്ലോണം ഒന്ന് പുഴുങ്ങി പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ആ സമയം നമുക്കൊരല്പം തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് തീ കുറച്ച് വയ്ക്കാം. ഇനി ഇതിലേക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാനൊരു 1/4 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത്രയും മതി. ഇനി ഇതൊരല്പം കുഴഞ്ഞ പരുവത്തിലാണ് നമുക്ക് ഈ മസാല വേണ്ടത്. അതിനുവേണ്ടി ഒരല്പം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല ചെറിയ ചൂടോടുകൂടിയ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ഒരുപാടാകാതെ ശ്രദ്ധിക്കണേ, കാരണം ഒന്ന് കുഴഞ്ഞ് കിട്ടിയാൽ മാത്രം മതി നമ്മുടെ ഈ മസാലക്കൂട്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് വെള്ളമൊന്നും ആയിട്ടില്ല. ഈ രീതിക്ക് വേണം നമ്മുടെ മസാല ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്ത് നമുക്ക് ദോശ ചുടാനാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ദോശക്കല്ലെടുത്ത് അടുപ്പത്ത് വെച്ചു. തീ കൂട്ടിയും കുറച്ച് നമ്മുടെ ഈ കല്ലിൻ്റെ ചൂടൊന്ന് ക്രമീകരിച്ചതിന് ശേഷം മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാവൂ, അല്ലെങ്കിൽ മാവ് ഒന്ന് ഉരുണ്ടുരുണ്ട് വരും. അപ്പം കണക്കിനുള്ള ആ ചൂട് പാകമാകുമ്പോൾ മാവ് ഒഴിച്ച് ഇതുപോലെ ഒന്ന് കനം കുറച്ച് പരത്തിയെടുക്കാം. നമ്മുടെ മസാല ദോശയ്ക്കുള്ള ദോശ റെഡിയായി. അപ്പോൾ ഇതിൻ്റെ പുറം ഒന്ന് ആ ഈർപ്പൊക്കെ ഒന്ന് വലിഞ്ഞ് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ പുറമൊന്ന് ഉണങ്ങി ഇങ്ങനെ വരണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ നെയ്യാണ്. നമുക്ക് നെയ്യ് കൂടി ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. മസാല വയ്ക്കുമ്പോൾ ദോശയുടെ ഒരു സൈഡിലേക്ക് മാത്രം ഇതുപോലെ മസാല ഒന്ന് വെച്ച് കൊടുക്കാം. വളരെ ടേസ്റ്റിയായ ഒരു മസാല ദോശയാണ്. എന്നും സാധാ ദോശ ഇഡ്ഡലിയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മസാല ദോശയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് സൈഡൊക്കെ വിട്ട് വരുമ്പോൾ ഒന്ന് മറിച്ച് നമുക്ക് ചുരുട്ടിയെടുക്കാവുന്നതാണ്. പൊട്ടിപ്പോകാതെ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്നല്ലേ നമ്മുടെ മസാല ദോശ റെഡിയായത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ദേവീസ് പ്ലാനറ്റ് എന്നതിൻ്റെ കുഞ്ഞു ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി ഓളൊന്ന് ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചമ്മന്തിയോ നല്ല വെള്ള ചമ്മന്തി എന്തിൻ്റെ കൂടിയും നമ്മുടെ ഈ മസാല ദോശ കഴിക്കാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.